രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നും സംഭവിക്കും നിങ്ങൾ ആരും വിചാരിക്കേണ്ട. നിങ്ങളൊന്ന് എത്ര എഴുതിയാലും എന്ത് കാണിച്ചാലും അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതുള്ളിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടം ആരെയും പേടിക്കില്ല. എന്തിനാ പറയണ്ടത്? രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞാൽ പോലും രാഹുൽ മാങ്കൂട്ടം കേൾക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ ഏറ്റവും വലിയ നേതാവാണ് അവരുടെ KC വേണുഗോപാൽ. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞിട്ട് എന്തായി? 10-15 മിനിറ്റ് കൊണ്ട് അത് പിൻവലിക്കേണ്ടി വന്നില്ലേ? അപ്പൊ അതേമാതിരി ഉമാ തോമസ് എറണാകുളത്ത് ഞാൻ താമസിക്കുന്നത് ഞങ്ങളുടെ അവിടുത്തെ MLA ആണ്. അവര് വളരെ നല്ലൊരു സ്ത്രീ, എല്ലാവരും ഒരു ബഹുമാനത്തിൽ നോക്കുന്ന ഒരു സ്ത്രീയാണ്. എന്തൊക്കെയാ അവരെ പറ്റി പറയണത് ആരാ? ഇതെല്ലാം ഈ ഷാഫിയുടെയും മാങ്കൂട്ടത്തിന്റെയും ആളുകൾ കുറച്ച് പേരെ വെച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും എന്നെയൊക്കെ തെറി പറഞ്ഞ് ഒരു രക്ഷയില്ല. ഞാൻ അപ്പൊ അതുകൊണ്ട് കമന്റ്സ് നോക്കാറില്ല. എനിക്ക് പറ്റുന്നൊക്കെ ഞാൻ എഴുതും, എന്റെ മനസ്സിലുള്ള ഞാൻ എഴുതാറുണ്ട്. അതേ ആളുകളാണ് ഇപ്പം ഈ വനിതാ നേതാക്കളെ ചീത്ത പറയുന്നത്. കാരണം നിങ്ങൾ എന്താ കലൂർ സ്റ്റേഡിയത്തിൽ വീണ് ചത്തൂടായിരുന്നോ? ആ രീതിയിലുള്ള, അപ്പൊ അത്രയും മോശം മനസ്സുള്ള കുറെ ആളുകളെ കൂലിക്ക് വെച്ചിരിക്കുക അവര്. അല്ലെങ്കിൽ ഇത്രയും വൃത്തികേട് ചെയ്തിട്ട് ഈ MLA-നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന, കേരളത്തില് എപ്പോഴും നമ്മൾ പറയും സ്ത്രീകളാണ് കൂടുതൽ, ഇവരുടെയൊക്കെ ഒരു മനസ്സ് ഇവർക്ക് മനസ്സിലാവണില്ലേ? കാരണം ഏതൊരു, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അമ്മമാർക്ക്, നമുക്കൊക്കെ അതാണ് കൂടുതൽ ഫീൽ ചെയ്യണം. ഇനി ധൈര്യമായിട്ട് ഇങ്ങോരുടെ അടുത്ത് പോവാൻ പറ്റുമോ എന്തെങ്കിലും ഒരു കാര്യത്തിന്? ആർക്കു വേണ്ടിയ MLA സ്ഥാനം രാജിവെപ്പിക്കാതെ അവിടെ എത്തിയിട്ടുള്ളത്? വേറെ ഒന്നുമല്ല, സ്വന്തം തടി പഠിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ വിശ്വസിക്കണില്ല അദ്ദേഹം രാജിവെക്കില്ല. ഇതിങ്ങനെ നീക്കി കൊണ്ടുപോയി അതങ്ങനെ ഡയല്യൂട്ട് ചെയ്ത് അവസാനം ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് അവർ പ്രഖ്യാപിക്കും. അതാണ് ഉണ്ടാവുന്നത്. ഈ പരാതി പറഞ്ഞ സ്ത്രീകൾ മോശക്കാരും ഇത് ചെയ്ത ആള് വിശുദ്ധനാവും. അതാണ് കോൺഗ്രസ് പാരമ്പര്യം. അത് മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഞാനും അതിലേക്ക് ജനിച്ചു വീണതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഞാൻ പോക്ക് കണ്ടിട്ട് എന്താ പറയണ്ടത്, എല്ലാ വൃത്തികളുടെ ഒരു കൂത്ത് ഇതായിട്ട് മാറിയിട്ടുണ്ട്. അവര് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയാം. ഇപ്പൊ തന്നെ എന്തൊക്കെയായിരുന്നു, MLA സ്ഥാനം രാജിവെക്കണോ അല്ലെങ്കിൽ അത് ചെയ്യണോ ഇത് ചെയ്യണോന്ന്. ആ സലീം കുമാർ പറഞ്ഞ മാതിരി ഇപ്പൊ എല്ലാം കുതാവാ. അത് കഴിഞ്ഞപ്പോ ഒന്നുമില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, എന്തൊക്കെ ബഹളം ഉണ്ടാക്കി ഇതാക്കി. അപ്പൊ നമ്മൾ ചോദിച്ചോ, പറയണ വലിയ നേതാക്കന്മാരല്ലേ, ഇപ്പൊ സംഭവിക്കും എന്ന് ചോദിച്ചു. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അത് ഇനിയിപ്പം എല്ലാവരും വായടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ മാധ്യമങ്ങളൊക്കെ നല്ല ബുദ്ധിയുള്ളവരാ. ഞാൻ ഈ തലമുറ കണ്ടു വന്നിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളെയൊന്നും പറ്റിക്കാൻ ആർക്കും പറ്റില്ല. പക്ഷെ നിങ്ങളെപ്പോലും മിണ്ടാതാക്കി അവര്. കാരണം അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുള്ള ആയുധം എന്താണ്?